മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. പോലീസ് സ്റ്റേഷനിലെ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ ഫയൽ നോക്കുന്നതിനിടെയാണ് ഇൻസ്പെക്ടർ ഗൌഡയുടെ കണ്ണിൽ ഒരു 200 രൂപ കേസ് പെട്ടത്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 200 രൂപ വാങ്ങി തട്ടിപ്പുകാരൻ മുങ്ങിയതാണ് സംഭവം. 35 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം. KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, 35 വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണ്. 200 രൂപയാണ് തട്ടിയത്. അന്ന് അത്രയും വർഷങ്ങൾക്ക് മുൻപ് ആ 200 രൂപയുടെ മൂല്യം എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് കേസ്, എന്താണ് ട്വിസ്റ്റ്? ഹിമ, ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥ തന്നെയാണ് ഈ യഥാർത്ഥ സംഭവം തന്നെയാണിത്. ഏതായാലും ഇത് നടക്കുന്നത് ഉത്തര കന്നഡ ജില്ലയിലെ സിർസി റൂറൽ പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 35 കൊല്ലം മുൻപ്, അതായത് കൃത്യം പറഞ്ഞാൽ 1990 ഫെബ്രുവരി മാസത്തിലാണ് വെങ്കടേഷ് വൈദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി 200 രൂപ ഒരാൾ പറ്റിച്ചു, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി പറ്റിച്ചു എന്നുള്ള ഒരു പരാതി നൽകുന്നത്. കേശവ റാവു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പൈസ വാങ്ങി ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചത്. ഏതായാലും ഈ പണമൊക്കെ വാങ്ങി ഇയാൾ പോവുകയാണ് ചെയ്തത്. പിന്നീട് ജോലിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. തുടർന്നാണ് ഇയാൾ സിർസി പോലീസിൽ പരാതി നൽകുന്നത്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഓരോ ഇൻസ്പെക്ടർമാർ മാറി വരുമ്പോഴും ഈ വൈദ്യയെ വിളിച്ച് റാവുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ ചോദിക്കാറുണ്ട്. ഈ അടുത്താണ് മഞ്ജുനാഥ ഗൗഡ എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇതിനുശേഷം പഴയ കേസുകൾ, പെൻഡിങ്ങുള്ള കേസുകളൊക്കെ അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിലൊരു കൗതുകം തോന്നി. 200 രൂപ കേസ് ഇത്ര കാലം തെളിയിക്കപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിനായി കൗതുകം തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ റാവുവിന്റെ വീട് എന്ന് പറയുന്നത് കുന്താപുരം, അത് തന്നെയാണ് ഗൗഡയുടെ വീടുള്ള സ്ഥലവും. അങ്ങനെ അദ്ദേഹം ഈ റാവുവിന്റെ ബന്ധുക്കളെയൊക്കെ തിരഞ്ഞു പിടിച്ച് റാവു ഇപ്പോൾ എവിടെയുള്ളതാണെന്ന് തെരഞ്ഞു. ഇങ്ങനെ തെരഞ്ഞപ്പോൾ ഇയാൾ ബാംഗ്ലൂർ ഉണ്ടെന്ന് മനസ്സിലായി. ബാംഗ്ലൂർ ഒരു കന്നഡ ആക്ടിവിസ്റ്റ് ആയിട്ട് ഇയാൾ നിൽക്കുകയാണ്, ഒറ്റയ്ക്കാണ് താമസം എന്നൊക്കെ മനസ്സിലായി. പക്ഷെ സിർസിയിൽ നിന്ന് ബാംഗ്ലൂർ 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ചെറിയ കേസിന് വേണ്ടി ഇത്രയും പണം ചെലവാക്കാൻ തയ്യാറാവില്ല. ഏതായാലും ഒരു കോൺസ്റ്റബിൾ പോലീസ് കായികമേളയ്ക്ക് പങ്കെടുക്കാൻ ബാംഗ്ലൂരിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് ഈ കോൺസ്റ്റബിൾ ഒരു കൊറിയർ ആള് എന്ന രീതിയിൽ ഈ റാവുവിനെ ബന്ധപ്പെട്ട് അയാളെ ആണെന്നുറപ്പിച്ച് അയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇപ്പോൾ റാവുവിന് 72 വയസ്സുണ്ട്. കേസ് നടക്കുമ്പോൾ അയാൾ ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ വെങ്കടേഷ് എന്ന് പറയുന്ന വ്യക്തി 20 വയസ്സുള്ളപ്പോഴാണ് ഈ പരാതി നൽകുന്നത്. വെങ്കടേഷ് SBIയിൽ മാനേജറായി റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന് ഒരു തുമ്പുണ്ടാവുകയും പ്രതിയെ പിടിക്കുകയും ചെയ്തു. കേസ് കോടതിയിലെത്തുകയും ചെയ്തു. ഏതായാലും വെങ്കടേഷ് അത്ര വലിയ ക്രൂരനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇയാളുടെ പ്രായമൊക്കെ മാനിച്ച് മാപ്പ് നൽകാൻ തയ്യാറായി. അങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മളൊക്കെ കാണുന്ന പല സിനിമകളൊക്കെ കാണുന്ന പഴയ കേസുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലെ തന്നെയാണ് ഈ സംഭവവും ഈ ഉത്തര കന്നഡ ജില്ലയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് 39 വർഷത്തിന് ശേഷമുള്ള കുറ്റസമ്മതം ഒക്കെ നമ്മൾ കേട്ടു. 2 പേരെ കൊലപ്പെടുത്തിയെന്നൊക്കെ ഒരാൾ മനസ്താപത്തെ തുടർന്ന് പറഞ്ഞ വാർത്തകളൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ അതിന് സമാനമായി തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള കുറ്റസമ്മതത്തിന്റെ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കേസ് തെളിയിക്കൽ, കള്ളം ചെയ്തത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് ഒരു നാൾ പിടിയിലാകുമെന്നുള്ള സംഭവം മാത്രമാണ് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും 35 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു തെറ്റാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. 200 രൂപ കേസ് എന്ന് പറഞ്ഞാൽ പോലും അന്ന് ആ തുകയ്ക്കും വലിയ മൂല്യം തന്നെയുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അയാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഒരു സിനിമാ കഥയെ വെല്ലുന്ന യഥാർത്ഥ സംഭവം.